ആയി വി അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ മെസ്സി വരും എന്ന് പറഞ്ഞ് മലയാളികളെ കുറേ നാൾ കബളിപ്പിച്ചതാണ്. പക്ഷേ സാധാരണ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു തട്ടിപ്പാണെന്നും മെസ്സി വരില്ലെന്നും ബോധ്യമായ കാര്യമാണ്. പക്ഷെ അവിടെ ഇക്കാര്യം ബോധ്യപ്പെടാതിരുന്നത് അന്നത്തെ കായിക മന്ത്രിക്ക് മാത്രമാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. വലിയൊരു തട്ടിപ്പ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു, വലിയ സാമ്പത്തിക ചൂഷണമടക്കം, വലിയ കള്ളപ്പണം വെളുപ്പിക്കലടക്കം ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കാണുന്നത്? ഒരു വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടോ? വിശദമായ അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിലാണ് ഈ അന്വേഷണ റിപ്പോർട്ടുള്ളത്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്താണ് ഇതേപ്പറ്റി അന്വേഷിച്ചത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുള്ളത്. ഏതായാലും ഇതിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഭരണതലത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടാണ് പ്രശാന്ത് നൽകിയിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ ആരോപണമായും അല്ലെങ്കിൽ മാസങ്ങളോളം സർക്കാർ പുറത്തുനിർത്തിയ ഉദ്യോഗസ്ഥർ തിരികെ വരുമ്പോൾ സർക്കാരിനെതിരെ നടത്തുന്ന ഒരു നീക്കമായും ഒക്കെ മുൻ സർക്കാരിന് നടത്തിയ നീക്കമായും ഒക്കെ വിലയിരുത്തലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ റിപ്പോർട്ട് വിശ്വാസത്തിലെടുത്താൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാവുകയാണ്. താല്പര്യപത്രം ക്ഷണിക്കലും പരസ്യത്തിന്റെ നടപടികളും സ്പോൺസർഷിപ്പ് നിരക്കുകളുടെ മൂല്യനിർണ്ണയവും അടക്കം ഇത് ഈ കമ്പനിയുടെ സാമ്പത്തിക ശേഷി, ഇവരുടെ വരുമാന സ്രോതസ് അല്ലെങ്കിൽ ഇത്രയും ഫണ്ട് 100 കോടി രൂപ ആവശ്യമായ കാര്യമെന്ന് ആദ്യം തന്നെ പറഞ്ഞതാണ്. ആ ഫണ്ട് ഇതിന്റെ ഈ പശ്ചാത്തല സൗകര്യം പരിശോധന റിപ്പോർട്ട് ഒന്നും നടത്താതെയാണ് സർക്കാർ ഇത്തരം ഒരു നീക്കത്തിന് സ്വകാര്യ കമ്പനിയുടെ മാത്രം താല്പര്യപ്രകാരം ഇറങ്ങി പുറപ്പെട്ടത്. ഒരു സ്വകാര്യ കമ്പനിയെ മാത്രം തെരഞ്ഞെടുത്തിട്ടുള്ള കൃത്യമായ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉത്തരവും ഈ സർക്കാർ ഫയലുകൾ എങ്ങുമില്ല എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പൊതുമേഖലയിലെ ഏത് സംഭരണ നടപടികളും വാണിജ്യ നടപടികളും പൂർണ്ണമായും സുതാര്യവും മത്സരാധിഷ്ഠിതവുമായിരിക്കണമെന്നാണ് ചട്ടം. വിജിലൻസ് നിയമത്തിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഏകപക്ഷ തീരുമാനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സ്റ്റോർ പർച്ചേസ് മാനുവൽ ലംഘിച്ചു. ടെൻഡർ എന്ന പൊതുവായ ഒരു നിയമമാണ്, അതിനുവേണ്ടിയുള്ള വിപുലമായ പരസ്യം നൽകണം, അതൊന്നും ഉണ്ടായിട്ടില്ല. അല്ലാതെ തന്നെയാണ് ഈ ഒരു RBC എന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഈ കരാർ നൽകിയത്. ഇത് തന്നെ ഇതിന്റെ ക്രമക്കേടിന്റെ പ്രധാന തെളിവായി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെയും പറ്റിച്ചു എന്നാണ് പ്രധാനമായും ഇതിൽ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് 2024 ഡിസംബർ 27 കത്തയച്ചു. അർജന്റീനയുടെ ലോകകപ്പ് ടീം കേരളത്തിൽ വരുമെന്ന് വ്യക്തമാക്കുന്നതാണ് ആ കത്ത്. എന്നാൽ ആ സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണമോ അല്ലെങ്കിൽ കമ്പനിക്ക് അതിന് ഫുട്ബോൾ അസോസിയേഷൻ ഉറപ്പോ നൽകിയിരുന്നില്ല. അത് മറച്ചുവെച്ചുകൊണ്ടാണ് ലയണൽ മെസ്സിയുടെ കരാർ സംബന്ധിച്ച കരാറും ഫിഫയുടെ അനുമതി പത്രമോ ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയായിരുന്നു അർജന്റീന ലോകകപ്പ് ടീം കേരളത്തിൽ വരുമെന്ന കാര്യം. അത് തന്നെ കബളിപ്പിക്കലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിന് കേരളം അയച്ച കത്ത് ഫയലിലെ വസ്തുക്കൾക്ക് നിരക്കാത്തതും ആവശ്യമായ രേഖകളുടെ പിന്തുണയും ഇല്ലാത്തതായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിദേശ നാണയം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തലാണ് ഇതിന്റെ ലക്ഷ്യം എന്ന ഗുരുതരമായ ആരോപണവും ഇതുമായുണ്ട്. ഭീമമായ പണമിടപാടുണ്ടാകും. പ്രധാന മാർഗം ഉപയോഗിച്ചിട്ടുള്ളത് പുറത്തേക്ക് പണം കൊണ്ടുപോകാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ്. വിദേശനാണ് ഇന്ത്യക്ക് പുറത്തേക്ക് കടത്താൻ മാത്രമായിരുന്നു പദ്ധതി എന്ന ഫയലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായി സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ സൂക്ഷ്മ പരിശോധന നടത്തേണ്ട അടിയന്തര ആവശ്യകതയും ഇത് കാണിക്കുന്നുണ്ട്. അത് കള്ളപ്പണം വെളുപ്പിച്ചിരുന്ന സംശയവും അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിൽ ഉണ്ട്. ധനവകുപ്പിന്റെ ഭാഗത്തുള്ള വീഴ്ചകളും എണ്ണി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു നടപടിയായിട്ട് കൂടിയും എന്താണ് ഇതിലൂടെ ഉണ്ടാകുന്ന, സംസ്ഥാന സർക്കാർ എന്ത് ലാഭമുണ്ടാകും? അല്ലെങ്കിൽ മെസ്സി വന്ന് ഇവിടെ പന്ത് തട്ടിയാൽ, മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും പന്ത് തട്ടിയാൽ അതിലൂടെ എത്ര വരുമാനമുണ്ടാകും? സർക്കാർ എത്ര ചെലവ് ഇതിനുണ്ടാകും? ആ വരുമാനം എത്രയുണ്ടാകും? ആ വരുമാനത്തിന്റെ എത്ര ശതമാനം സർക്കാർ ലഭിക്കും? പക്ഷേ അത്തരത്തിലൊരു കണക്കും ഉണ്ടായിരുന്നില്ല. എന്ത് വരുമാനം ലഭിച്ചാലും പൂർണ്ണമായും അത് ഈ സ്വകാര്യ കമ്പനിക്ക് പോകുന്ന തരത്തിലാണ് കരാറിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള GCAയുടെ സ്റ്റേഡിയം വിട്ടുകൊടുത്തതിലും ഒക്കെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നതതല അന്വേഷണമാണ് റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ അന്വേഷിക്കണം. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. മേൽനോട്ടത്തിന് ഏറ്റവും പ്രധാന സർക്കാരിന്റെ ഭാഗത്ത് അന്നത്തെ കായിക മന്ത്രിയുടെ ഭാഗത്തൊക്കെ ഒരു ജാഗ്രത കുറവുണ്ടായിട്ടില്ലേ? പ്രത്യേകിച്ചും
ഈ ആൻഡ്രോ അഗസ്റ്റിനെ പോലെ അല്ലെങ്കിൽ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സിനെ പോലെ നമുക്കറിയാം കളങ്കിതരായിട്ടുള്ള വ്യക്തികൾ, മുട്ടിൽ മരമുറി അടക്കം നിരവധി കേസുകളിലെ പ്രതികളായിട്ടുള്ള ഒരു വ്യക്തികളുമായി ഇത്തരമൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ പോലും അവിടെ ഒരു തട്ടിപ്പ് എന്തുകൊണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള സാമ്പത്തിക ചൂഷണം ഉണ്ടാകുമെന്ന് സർക്കാർ എന്തുകൊണ്ട് ചിന്തിച്ചു കാണില്ല? അല്ലെങ്കിൽ കായിക മന്ത്രി അവിടെ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ലേ? സ്വാഭാവികമായും അന്നത്തെ മന്ത്രിയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നിലപാടടക്കം പുറത്തു വരേണ്ടതല്ലേ? അങ്ങനെ ഒരു പ്രതികരിക്കാൻ വി അബ്ദുറഹ്മാൻ തയ്യാറായിട്ടുണ്ടോ അരുൺ? ഇന്നലെ തന്നെ അദ്ദേഹം വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഒരു തരത്തിലുള്ള ക്രമക്കേടും ഉണ്ടായിട്ടില്ല, സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പണവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ മെസ്സിയെ പോലുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫുട്ബോളർ ഇന്ത്യയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നു, അതിനുവേണ്ടിയുള്ള പശ്ചാത്തല സംവിധാനങ്ങൾ ഇവർ എന്ത് ഉറപ്പാണ് ഇതിൽ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളതെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. ഈ റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു തരത്തിലുമുള്ള ഉറപ്പ് ലഭിച്ചില്ല. പകരം അവരുടെ ഒരു പാംലെറ്റ്, ഒരു ബുക്ക്ലെറ്റ് ഇവർ കൈമാറുകയായിരുന്നു. അപ്പുറത്തേക്ക് രേഖാമൂലമുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുന്നത്. റിപ്പോർട്ടർ TV പോഡ്കാസ്റ്റിംഗ് സ്ഥാപനത്തിന്റെ MD ഒക്കെ തള്ളിക്കളയുന്നു. കൃത്യമായ ഉറപ്പ് ഇമെയിലിലൂടെ ലഭിച്ചിരുന്നു, രേഖകളുണ്ട് എന്ന് അവർ പറയുന്നു. പക്ഷെ ഈ റിപ്പോർട്ട് പൂർണ്ണമായും അത്തരം അവകാശവാദങ്ങളെ തള്ളിക്കളയുന്നതാണ്. ഒരു തരത്തിലുള്ള കത്തിടപാടുകളോ സ്ഥിരീകരണമോ ഉണ്ടാകാതെയാണ് ഈ കമ്പനി ഇത്തരം പ്രചരണം നടത്തിയത്. അതിനൊപ്പം സർക്കാരും ഇറങ്ങി ചെല്ലുകയായിരുന്നു. സർക്കാരും ഈ പ്രചരണവുമായി രംഗത്തിറങ്ങുകയായിരുന്നു. സർക്കാരിനെ കബളിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ സർക്കാരിന്റെ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും പങ്കുണ്ടോ എന്ന സംശയവും ചോദ്യവുമാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ഉള്ളത്. സർക്കാർ ഇത് ഏത് തരത്തിലേക്കുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പരിഗണനയിലുണ്ട്. ഇതിൽ തുടർ നടപടികൾ ആവശ്യമുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് കള്ളപ്പണ വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടപ്രകാരമുള്ള കുറ്റം നടത്തുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഉന്നതതല അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. നാളത്തെ മന്ത്രിസഭായോഗമൊക്കെ ഒരു വിഷയം പരിഗണിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രധാന അന്വേഷണം അതിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. യെസ്, വ്യക്തമാണ്. എന്തായാലും വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. BVR ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.